ഡൽഹിയിലെ സമരം ചരിത്ര ദിനമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സർക്കാരിന്റെ അടിച്ചമർത്തലിനെതിരായ സമരമാണ് ജന്തർ മന്ദറിലേതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനങ്ങളുടെ നികുതി മുഴുവൻ സ്വീകരിച്ച ബാധ്യത സംസ്ഥാനങ്ങളുടെ മേൽ കെട്ടിവെക്കുകയാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായ ഭാഷയിലാണ് മുഖ്യമന്ത്രി വിമർശിച്ചത്. കേരളത്തിന്റെ വിഹിതം കുത്തനെ കുറയ്ക്കുന്ന സമീപനമാണ് കേന്ദ്രത്തിന്റേതെന്ന് പിണറായി വിജയൻ പറഞ്ഞു. പ്രളയകാലത്തും കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തോട് വിവേചനം കാട്ടി. വിദേശ സഹായം വിലക്കിയ കാര്യവും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ലൈഫ് മിഷനിൽ വീടുകൾ നൽകുന്നതിൽ ബ്രാൻഡിംഗ് വേണമെന്ന് കേന്ദ്രം നിർബന്ധം പിടിക്കുന്നു. GST നഷ്ടപരിഹാരത്തിന്റെ കാലാവധി നീട്ടണമെന്ന ആവശ്യവും മുഖ്യമന്ത്രി ഉയർത്തി. ജനസംഖ്യാ നിയന്ത്രണം നടപ്പാക്കിയത് നേട്ടമാണ്, എന്നാൽ അത് സംസ്ഥാനത്തിന് ശിക്ഷയായി മാറുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനസംഖ്യാ നിയന്ത്രണത്തിൽ നല്ല നേട്ടം കൈവരിച്ച സംസ്ഥാനമാണ് കേരളം. പക്ഷേ ആ നേട്ടം സംസ്ഥാനത്ത് തന്നെ ശിക്ഷയായി മാറുകയാണ്. ഇടക്കാല ബജറ്റിലും കേരളത്തോട് വിവേചനം കാട്ടിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ജനാധിപത്യ വിരുദ്ധ നിലപാടാണ് കേന്ദ്രത്തിന്റേതെന്നും ഫെഡറൽ സംവിധാനം സംരക്ഷിക്കാൻ വേണ്ടിയാണ് പോരാട്ടമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് വൈകിയതുകൊണ്ട് ചെലവാക്കിയ തുക തരില്ല എന്ന ന്യായമാണ് കേന്ദ്രം പറയുന്നത്. സർട്ടിഫിക്കറ്റ് വൈകുമ്പോൾ തുക തരുന്നത് വൈകുന്നത് മനസ്സിലാക്കാം. പക്ഷേ ആ കാരണം കൊണ്ട് തുക തന്നെ തരില്ല എന്ന് പറഞ്ഞാലോ? കേന്ദ്ര സംസ്ഥാന ബന്ധം നിലനിർത്താൻ ചരിത്ര സമരമെന്നും സഹകരണ ഫെഡറലിസത്തിന്റെ മാന്യത പാലിക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, CPI ജനറൽ സെക്രട്ടറി D രാജ, ജോസ് കെ മാണി MP, എളമരം കരീം MP, ബിനോയ് വിശ്വം MP എന്നിവർ സംസാരിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.